ഇന്നത്തെ രണ്ടാമത്തെ വാർത്തയിലേക്കാണ് ഇനി. ഒഡീഷയിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒഡീഷയിലെ ജലേശ്വറിൽ ഗ്രാമവാസിയുടെ ആണ്ട് കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അതിക്രമം. ഈ വിഷയത്തിൽ അതിക്രമം നേരിട്ട ഒരു സിസ്റ്ററുടെ പ്രതികരണം നമുക്ക് വന്നിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. അവര് ഞങ്ങളുടെ അച്ഛന്മാരെയും കാറ്റഗിസ്റ്റിനെയൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഇട്ടിരുന്ന വസ്ത്രം വലിച്ചു കീറുകയും ബൈക്കിന്റെ ഓയില് ഊറ്റിക്കളയുകയും ചാവി എടുത്തുകൊണ്ട് പോയി അത് ബൈക്ക് എടുത്തെറിയുകയൊക്കെ ചെയ്തു. അതിനുശേഷം വൈദികരെ അടിക്കുകയും ഡ്രൈവറിന്റെ ഫോണും അച്ഛന്മാരുടെ ഫോണും ഒക്കെ എടുത്തുകൊണ്ട് പോയി. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? BJD ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആക്രോശിച്ച് വൈദ്യുതി അടിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ മതപരിവർത്തനം എന്നൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങളുടെ അവിടെ മരിച്ച ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഈ വിഷയത്തിൽ CBCIയുടെ പ്രതികരണം ഇന്ന് വന്നു. ഭരണഘടനാപരമായ അവകാശങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു എന്നാണ് CBCI അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത്. BJPയുടെ പൊള്ളത്തരം വെളിവായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. വലിയ ആശങ്കയാണ് എന്ന് ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട ഫാദർ ലിജോ നിരപ്പേലിന്റെ കുടുംബം പ്രതികരിച്ചു. ഇനിയും ആക്രമിക്കപ്പെടുമോ എന്ന് ഭയമുണ്ട് എന്ന ആക്രമണത്തിനിരയായ ഫാദർ ജോജോ വൈദ്യക്കാരന്റെ സഹോദരൻ ബാബു ജോസഫും പറഞ്ഞു. വിവിധ പ്രതികരണങ്ങളിലേക്ക്. ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. ഭയത്തിന്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം? എന്നിട്ട് ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ. ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി ഇപ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കൂടുതൽ വിഷയങ്ങളാകുന്നുണ്ട്. വാർത്തയായപ്പോൾ അതുകൊണ്ട് പിന്നെ കേസ് കൊടുക്കാനായിട്ട് ഒരു സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ഇരിക്കുന്നു. വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ UDF LDF MPമാർ പ്രതിഷേധിക്കുകയും ചെയ്തു. നമ്മുടെ പ്രതിനിധികൾ അജീഷ് ജയകുമാർ, ഒപ്പം തന്നെ YS അഭിനന്ദ് എന്നിവർ തത്സമയം വിശദാംശങ്ങളുമായി. ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതിക്രമം നേരിട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് ഇന്ന് പ്രതികരണങ്ങളിലൂടെ കണ്ടത്. ആ സംഘത്തിലുണ്ടായിരുന്നവരുടെ പ്രതികരണം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അസഭ്യവർഷം, കൂടാതെ വാഹനത്തിൻ്റെ കാറ്റഴിച്ചു വിടുക, വസ്ത്രം കീറുക തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ BJPയാണ് ഭരിക്കുന്നത് എന്ന് പറയുന്നു. മതപരിവർത്തനം ആരോപിച്ചിട്ടുള്ള അധിക്ഷേപവും അതിക്രമവുമാണ് ഇവിടെയും സംഭവിച്ചത് എന്ന് പറയുകയായിരുന്നു അവർ. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇന്ന് തുടർ പ്രതികരണങ്ങളുണ്ടായത്, തുടർ പ്രതിഷേധങ്ങളുണ്ടായത്? അനുജ, കന്യാസ്ത്രീയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ഭയാനകമായിരുന്നു അവിടുത്തെ അവസ്ഥയെന്ന്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ആണ്ട് കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഛത്തീസ്ഗഡ് സംഭവമൊക്കെ രാജ്യത്ത് വലിയ ചർച്ചയായി. അത് ചർച്ചകൾ അതിൻ്റെ കനൽ കെട്ടടങ്ങുന്നതിന് മുൻപാണ് സമാനമായിട്ടൊരു സംഭവം ഒഡീഷയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പാർലമെന്റിൽ നേരത്തെ ഈ ഛത്തീസ്ഗഡിലെ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ MPമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും അവിടെ സമരം നടത്തുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സമാനമായിട്ടൊരു സംഭവം. ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭകളിലെ പ്രതിനിധികളടക്കം ഈ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് CBCI അധ്യക്ഷൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയായിരുന്നു. അതായത് മതന്യൂനപക്ഷങ്ങൾക്ക് പേടി കൂടാതെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അത് ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും അതിന് പിന്നാലെ തന്നെ ഈ CBCIയുടെ വക്താവും ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പേരെടുത്ത് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അത് ബജ്രംഗാണോ ആക്രമിച്ചത് എന്നൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷ അംഗങ്ങൾ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ പ്രതിനിധികളടക്കം ഈ സംഭവത്തെ അപലപിച്ച് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയരുമ്പോഴും BJPയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നോ? ഛത്തീസ്ഗഡ് വിഷയത്തിൽ എങ്ങനെയാണ് അവർ ഇടപെടൽ നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിന് പല തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു, വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ BJP?
നിലവിൽ ഇതുവരെ BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കാരണം അവരോട് ഈ പ്രതിപക്ഷ നേതാക്കളടക്കം ഈ BJP സർക്കാരിന്റെ മൗന അനുവാദത്തോടെയാണ് ഇത്തരത്തിൽ ഈ സംഘപരിവാർ സംഘടനകൾ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം നടത്തുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആരോപണങ്ങൾക്ക് പോലും ഒരു മറുപടി BJPയുടെ ഭാഗത്ത് നിന്നോ ഛത്തീസ്ഗഡ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഈ ഛത്തീസ്ഗഡ് സർക്കാർ ഇവർക്കെതിരെ കേസെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചന കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബിലാസ്പൂരിലെ ഈ അതിരൂപതയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇതുവരെയ്ക്കും ഈ കന്യാസ്ത്രീകൾക്കെതിരെയോ വൈദികർക്കെതിരെയോ കേസ് എടുത്തിട്ടില്ല പോലീസ്. മറിച്ച് തിരിച്ചും ഒരു കേസ് കൊടുക്കാനുള്ളൊരു ആലോചന നടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ എത്തുമ്പോൾ അവിടെ കാണുന്ന ദൃശ്യങ്ങൾ നേരെ മറിച്ചാണ്. കാരണം ഇതിലെ ഈ പ്രാർത്ഥനയ്ക്കായി എത്തിയ ഒരാളുടെ വാഹനം അടിച്ചു തകർക്കുന്നു, അവിടുത്തെ ഡ്രൈവറെ മർദ്ദിക്കുന്നു, ഈ പ്രാർത്ഥനയ്ക്കായി എത്തിയ ആളെ തന്നെ മർദ്ദിക്കുന്നു. അങ്ങനെ വലിയ അതിക്രമം തന്നെ അവിടെ സംഭവിച്ചു. പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് അവരുടെ കൺമുന്നിലാണ് ഇതൊക്കെ കണ്ടത്. ഛത്തീസ്ഗഡിലെ സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ്. അവരുടെ കൺമുന്നിലാണ് ഈ അതിക്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. പക്ഷേ പോലീസിന് ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ BJP സർക്കാർ അല്ലെങ്കിൽ BJP നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കളുടെയും വിവിധ സഭാ പ്രതിനിധികളുടെയും അടക്കം ആവശ്യം. പക്ഷേ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പാർലമെന്റിൽ ഇന്നും വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കവാടത്തിൽ ഇടത് UDF. അതിനിടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് MP അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയതായൊക്കെ വാർത്തയുണ്ടായിരുന്നല്ലോ അജീഷ്. തീർച്ചയായും UDF MPമാരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഇടത് UDF MPമാർ പുറത്തെത്തി ഈ സംഭവത്തിൽ അപലപിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി. ഇതിനുശേഷം അവർ പ്രതികരണവും നടത്തിയിരുന്നു. കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം BJP RSSന്റെ മൗന അനുവാദത്തോടെയാണെന്നാണ് രണ്ട് രാഷ്ട്രീയ ഇടത് UDF MPമാരും ആരോപിക്കുന്നത്. അതുമാത്രമാണ് ഇന്ന് പാർലമെന്റിൽ നടന്നത്. അതിനപ്പുറം BJPയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു പ്രതികരണവും ഇതുവരെയ്ക്കും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം.